റീസെൻ്റ് ആയിട്ട് പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് ഒക്കെ അടുത്ത 26 സമ്മറിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ആ രീതി നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ശരിക്കും അപ്രോച്ച് ചെയ്യേണ്ടത്? ശരിക്കും ഇതിനൊരു പ്ലാനിങ് വേണം. യൂണിവേഴ്സിറ്റീസ് ഇൻക്രീസിംഗ്ലി കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ IELTS ക്രൈറ്റീരിയ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും, ചിലപ്പോൾ യൂണിവേഴ്സിറ്റി GRE കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും, ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. അപ്പം അടുത്ത സമ്മർ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ അവർ ഫ്ലൈ ചെയ്യേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ മാർച്ച് 2026 ഓർ ഏപ്രിൽ 26 ആ ഒരു സമയത്തേക്കാണല്ലോ. അതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് സ്റ്റാർട്ട് റൈറ്റ് നൗ ഫ്രം ജൂലൈ ഇറ്റ് സെൽഫ് ആക്ച്വലി. അപ്പം അധിക സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ IELTS കഴിയാൻ വേണ്ടിയിട്ട് കാത്തുക്കും APSന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ പലരും വിചാരിക്കുന്നത് APS എടുക്കാൻ വേണ്ടിയിട്ട് IELTS മാൻഡേറ്ററി ആണെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേജിൽ തന്നെ അവർക്ക് സമയം കുറേ പോയി. പിന്നെ യൂണിവേഴ്സിറ്റീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ളൊരു സമയം കുറേ അവിടെ പോയി. നിങ്ങൾ സമ്മർ ഇൻടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല യൂണിവേഴ്സിറ്റീസിലും മെയ് 15 തൊട്ടിട്ട് ഓപ്പണാണ്. ചില യൂണിവേഴ്സിറ്റീസിൻ്റെ ഡെഡ് ലൈൻ ഈവൻ ജൂലൈ 15 ചില യൂണിവേഴ്സിറ്റീസിലേക്ക് ഈവൻ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ നേരത്തെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്ലാനിങ് വരേണ്ടതുണ്ട്. ആ പ്ലാനിങ് പ്രോപ്പർ അല്ലാത്തടത്തോളം കാലം ഇവർക്ക് എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ് മിസ് ഔട്ടായി പോകുന്നത്. പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ പോയിട്ട് ജർമ്മനിയിൽ സർവൈവ് ചെയ്യുന്നത് ഇവിടുന്ന് ജസ്റ്റ് ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈസി ആണോ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് ഗോയിങ് ടു ഈസി. ദേ ഷുഡ് ഹാവ് എ വെരി സ്പെസിഫിക് പ്ലാനിങ്, ഒരു റോഡ് മാപ്പ് അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മളതിനെ ഒരു ബിഗ്ഗർ പിക്ചറിൽ കാണാൻ പറ്റണം സ്റ്റുഡൻസിനും, ഫോർ ദാറ്റ് മാറ്റർ പാരൻസ് ഓൾസോ.